ആനന്ദേട്ടൻ എൻ്റെ കല്യാണം ഉറപ്പിച്ചു. കൺഗ്രാറ്റ്സ്. ചേട്ടൻ എങ്ങനെയും കല്യാണം മുടക്കി തരുമോ? അതൊന്നും നടക്കൊന്നുമില്ല ചേട്ടാ പ്ലീസ് ചേട്ടാ. ചേട്ടൻ എത്ര ലവ് ലെറ്റേഴ്സ് ഞാൻ ഓരോ പെൺപിള്ളേർക്കും കൂടെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്നും സെറ്റ് ആയില്ലല്ലോ. അതിൻ്റെ കുറ്റമാണോ? എടി അതൊക്കെ ഭയങ്കര റിസ്ക് ആണേ. ചേട്ടാ പ്ലീസ് ചേട്ടാ. എനിക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം ആയതുകൊണ്ടാ. ചേട്ടനോടല്ലാതെ പിന്നെ ഞാൻ വേറെ ആരോട് പറയാനോ? ഞാനിപ്പോൾ എന്ത് ചെയ്യണം? എൻ്റെ അച്ഛൻ ചേട്ടനെ വിളിക്കും. അച്ഛൻ ചോദിക്കുന്നതിനൊക്കെ ചേട്ടൻ അതേ നിന്ന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഇത്രേ ഉള്ളൂ. ഞാൻ സെറ്റ് ആയിക്കോളാം. ശരി ശരി. ഓക്കെ. പള്ളിക്കേസാണ്. ഹലോ. അതെ. ഇത്രേ ഉള്ളൂ. സിമ്പിളുള്ളൂ. അവനെ കണ്ട അതെ നിൽക്കണവൻ്റെ മറ്റേ കൂടായിട്ടുണ്ട് ഉസ്താദ്. അവനെ ശ്രദ്ധിച്ചോളൂ. ഭയങ്കര തരികയുടെ ഉസ്താദാണ്. ബൈക്കിലെടുത്തേക്കണം. ബ്ലാക്ക് മുൻകൂടുത്തേക്കണം. By choice, not by blood. Through thick and thin, through the rain and mud. No matter the road, no matter the fight, you're the light that shines when my world's not right. Brothers by choice, through every storm, we keep each other safe and warm. Side by side, that's how we stay. ഒരു ഗ്ലാസ് തണ്ണി ഒത്തിനടുത്ത്. ചേട്ടന് തണ്ണി പറ്റില്ല, ചേട്ടൻ പൊക്കോ. മഴ വന്നുണ്ട്, കളി നേരത്താക്കിയാലോ. ചേട്ടൊപ്പം കളിക്കാൻ പോണെന്ന് അമ്മ പറഞ്ഞു. ശരി. ആനന്ദേട്ടാ കല്യാണം മുടങ്ങിട്ടോ. പക്ഷെ ഞാനും ചേട്ടനും തമ്മിലുള്ള കല്യാണം അച്ഛൻ ഉറപ്പിച്ചു. പാല്. നീ നിന്റെ അച്ഛനോട് എന്താടി പറഞ്ഞത്? അത് നീ പുള്ളിയുടെ ലവ് ലെറ്റർ ഒന്നും മുക്കിയിട്ട് ഒരു കാര്യമില്ല. പുള്ളി നിന്നെ കെട്ടണമെന്നുണ്ടെങ്കിൽ നീ എന്തെങ്കിലും ഒരു കുറുക്ക് വഴി ഒപ്പിച്ചേ പറ്റൂ. ആ രഹസ്യം എന്നോടൊപ്പം മണ്ണിലലിഞ്ഞില്ലാണ്ടാവും. അച്ഛൻ ഞാൻ പ്രഗ്നൻ്റാ. ആനന്ദേട്ടനാണ് എൻ്റെ കൊച്ചിൻ്റെ അച്ഛൻ.